മുട്ടിൽ മലയ്ക്കും താഴ്വാരങ്ങൾക്കും 50 വർഷത്തെ ദൈവിക സാന്നിധ്യത്തിന്റെ കഥകളാകും ഇനി പറയുവാനുണ്ടാവുക. ഇവിടെ ഒരു ഉമ്മാന്റെ മടിത്തട്ടിൽ വളർന്ന ആയിരക്കണക്കിന് അനാഥ ബാല്യങ്ങൾക്ക് ജീവന്റെ മുലപ്പാൽ നൽകി WMO എന്ന യത്തീംഖാനയായി മാറിയത് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ്. WMOയുടെ സ്പെഷ്യൽ സ്കൂൾ കേൾവി സംസാര വൈകല്യമുള്ള പരിമിതികളോടെ ജനിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ ആശാ കേന്ദ്രമാണ്. ഈ കുട്ടികളുടെ കുറവുകൾ മനസ്സിലാക്കി അവരെ അറിവിലേക്ക് നയിക്കുന്ന ശ്രമകരമായ ഒരു ദൗത്യമാണ് ഇവിടുത്തെ ഓരോ അധ്യാപകനും ഏറ്റെടുത്തിരിക്കുന്നത്. എൻ്റെ ക്ലാസ്സിലൊരു മുബഷിർ സാലിഹ് ഉണ്ടേനു. അവന് പിന്നെ 1ാം ക്ലാസ്സിലേനു വന്നേരുള്ളത്. വന്നവടനെ എല്ലാ സാധനങ്ങളും പിടിച്ചെറിയും. ഇപ്പോൾ സ്ലേറ്റ് ആണെങ്കിലും ഹിയറിംഗ് എയ്ഡ് ആണെങ്കിലും എൻ്റെ പുസ്തകമാണെങ്കിലും എല്ലാം വലിച്ചെറിയും. സ്ലേറ്റ് കൊണ്ടല്ല എന്നെ എറിയുന്ന ഇവിടെ അല്ല കൊള്ളുക. ഒരു ദിവസം ഞാൻ എഴുന്നേറ്റ് നേരെ എൻ്റെ കസേര വലിച്ച് ഞാൻ നേരെ താഴെ. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. പക്ഷേ ഓനെന്ത് ചെയ്യുന്നതാണ്, ഞാൻ ഒരു ദിവസം വന്നിട്ടില്ലെങ്കിൽ അവിടെയുള്ള പേരക്ക മരത്തിൻ്റെ അടുത്ത് പോയിക്കും. എന്നിട്ട് എന്നെയും കാത്ത് നിൽക്കും ഞാൻ വരുന്നവരെ. അവിടെ നിന്ന് അനങ്ങൂലേ അമ്മേനെ പോലെ. സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് മക്കളോട് കളിക്കൂലേ, അതുപോലെ കളിച്ചാൽ മക്കളെല്ലാം നിൽക്കും. ഒരിക്കൽ നമ്മൾ ആരല്ലോ ആന്ന് തോന്നും. നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ടെല്ലാം കാക്ക ഇങ്ങോട്ടെല്ലാം കാക്ക അതുപോലെ ഇക്കിളിയാക്കുന്നൊരു കളിയുണ്ട്. അപ്പം ചുട്ട് അടയും ചുട്ട് അങ്ങനെയെല്ലാം കളിക്കും. ഭയങ്കര ഓല ആരല്ലോ ആന്ന് തോന്നും. സ്നേഹത്തിലൂടെ ക്ലാസ്സിലിരുത്താൻ പറ്റും. പക്ഷേ ഒലിക്ക് സ്കൂളിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയോ ആണെന്ന് തോന്നണം ഒരിക്കൽ. അനാഥ ബാല്യങ്ങളുടെ ഉള്ളറിഞ്ഞ 50 വർഷത്തെ സേവന സ്മരണയ്ക്ക് മുന്നിൽ ആദരപൂർവ്വം.